പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. പോപ്പുവും കൂട്ടുകാരും ഈ കഥ കേൾക്കൂ. കരടി അപ്പൂപ്പൻ പോപ്പുവിന് സുഹൃത്തുക്കൾ ആരും ഉണ്ടായിരുന്നില്ല. ചെറുപ്പക്കാരായ മൃഗങ്ങളും പക്ഷികളും സമപ്രായക്കാരോടൊപ്പം കൂട്ടുകൂടി കളിച്ച് രസിക്കുമ്പോൾ പോപ്പു തൻ്റെ കുട്ടിക്കാലമോർത്ത് ദീർഘനിശ്വാസത്തോടെ നോക്കി നിൽക്കും. ഒരു ദിവസം പോപ്പു നടന്നു വരുമ്പോൾ എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ അവശനായി കിടക്കുന്ന ഒരണ്ണാൻ കുഞ്ഞിനെ കാണാൻ കഴിഞ്ഞു. പോപ്പു ആ അണ്ണാൻ കുഞ്ഞിനെ വേദനിപ്പിക്കാതെ കൈകളിൽ കോരിയെടുത്ത് ഗുഹയിൽ കൊണ്ടുപോയി തൂവൽ കിടക്കയിൽ കിടത്തിയ ശേഷം പച്ചമരുന്നുകൾ പറിച്ചു കൊണ്ടുവന്ന് മുറിവുകളിൽ പുരട്ടിയിട്ട് ചുണ്ടിൽ തേനിറ്റിച്ചു കൊടുത്തു. ഇലകൾ കൊണ്ട് വീശി ആശ്വാസം നൽകി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അണ്ണാൻ്റെ കൂട്ടുകാർ അവനെ അന്വേഷിച്ചു വന്ന് നോക്കുമ്പോൾ സ്വന്തം കുഞ്ഞിനെ എന്നോണം പരിചരിക്കുന്ന പോപ്പുവിനെയാണ് കണ്ടത്. അവർ മൂത്തുപഴുത്ത വിത്തുകളും പഴങ്ങളും കൊണ്ടുവന്ന് കരടിയപ്പൂപ്പനും അണ്ണാൻ കുഞ്ഞിനും സമ്മാനിച്ചു. അടുത്ത ദിവസം അണ്ണാൻ്റെ കൂട്ടുകാരായ മുയലുകളും കുട്ടിക്കുരങ്ങന്മാരും അവിടെ എത്തി. അവർക്കെല്ലാം കരടി അപ്പൂപ്പനോട് സ്നേഹവും കടപ്പാടും തോന്നി. ഞങ്ങളുടെ പുന്നാര കൂട്ടുകാരൻ അണ്ണാറക്കണ്ണൻ ചിക്കുവിനെ കുഞ്ഞിനെ പോലെ പരിചരിച്ച അപ്പൂപ്പനെ ഞങ്ങൾ മറക്കുകയില്ല. ഞങ്ങളുടെ കൂട്ടുകാരനെ സ്നേഹത്തോടെ പരിചരിച്ച അപ്പൂപ്പനും ഇനി മുതൽ ഞങ്ങളുടെ കൂട്ടുകാരനാണ്. അന്ന് മുതൽ ആ കൂട്ടുകാർ പോപ്പുവിനെയും അവരുടെ കൂടെ കൂട്ടി. പ്രായഭേദമില്ലാത്ത സൗഹൃദത്തിൽ അലിഞ്ഞ് കൂട്ടുകാരില്ലാത്ത ദുഃഖം മറന്ന് കരടിയപ്പൂപ്പൻ അവരോടൊപ്പം ഉല്ലസിച്ചു.